ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ, സൺഡേ വ്ളോഗ്. അപ്പോൾ ഇന്നിവിടെ നല്ല കാലാവസ്ഥ, അതായത് നമ്മുടെ സൂര്യനൊക്കെ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സൂര്യനുണ്ടെങ്കിലും അധികം ചൂടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇളം ചൂട് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു സൺഡേ അല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഫുൾ ചിക്കൻ പുലാവ് തന്നെ തയ്യാറാക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ ഞാനൊരു എല്ല് കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ല് വെച്ചിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് കിച്ചണിലോട്ട് കിടന്നാലോ. പുലാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ഫുൾ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് ഓരോന്നും 1/2 കിലോ വീതം ഉണ്ട് കേട്ടോ. ഞാനിത് കടയിൽ നിന്ന് സെപ്പറേറ്റ് വാങ്ങിയതാണ് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ബ്രസ്റ്റിലായിട്ട് ഞാൻ 2 വര ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അധികമായിട്ട് വരയാൻ നിൽക്കേണ്ട, കാരണം അത് കുക്കറിൽ വേവിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് എടുത്തതിന് ശേഷമാണ് പുലാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ വലിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, 1 സവാള, അതുപോലെ 2-3 ബ്ലാക്ക് ഇലാച്ചി, പിന്നെ കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. ഇതൊക്കെ ചേർത്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ചിക്കൻ ഇറക്കിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞ് ചിക്കൻ ആയതുകൊണ്ട് ഈ കുക്കറിൽ കൊണ്ടുമില്ല എന്നുണ്ടെങ്കിൽ വലിയ പാത്രം തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാലകളൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റോക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഈ ചിക്കനൊക്കെ പകുതി ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാവണം നമ്മൾ കുക്കറിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണിത്. ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ 1/2 കിലോ എല്ലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ്റെ എല്ലാണ്. ഞാനിവിടെ കറി വയ്ക്കാനാണ് പോകുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളോട് ചേർത്തതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 3/4 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ സ്റ്റോക്കിൻ്റെ പരിപാടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റോക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇതേ നമ്മുടെ ചിക്കനൊക്കെ നല്ല പരുവമായി കിട്ടിയിട്ടുണ്ട്. കണ്ട എന്താ മണമെന്നറിയോ തുറക്കുമ്പോൾ. ഇത് ഞാൻ ചിക്കൻ ഒരു പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ചിക്കൻ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സ്റ്റോക്ക് നമുക്കൊന്ന് നോക്കാം. ഇനി ഈ മസാലയിൽ നിന്നൊക്കെ ഈ സ്റ്റോക്ക് ഒന്ന് വേർതിരിച്ചെടുക്കണം. ഈ എണ്ണയുടെ അംശം ഉണ്ടല്ലോ, ഇത് ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തതൊന്നുമല്ല കേട്ടോ. ഈ ചിക്കൻ്റെ കൊഴുപ്പ് അതിലിറങ്ങിയിട്ട് ഇങ്ങനെ ആയതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പുലാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക, അതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുക, അതിൻ്റെ ടേസ്റ്റ് പുലാവിന് അത്ര നല്ലതല്ല. ഇനി ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ 5 ബ്ലാക്ക് ഇലാച്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് പുലാവ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 ഗ്ലാസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് വെള്ളത്തിൻ്റെ കണക്ക്.
ഇനി ഇതിലേക്ക് എനിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. കാരണം 2 ഗ്ലാസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇനി അധികം 2.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടുവെള്ളം തന്നെ എടുക്കാൻ നോക്കുക, പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് കുറച്ച് അധികം തന്നെ വേണം, എന്നാൽ മാത്രമേ നമ്മുടെ ചോറിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചൊന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കീറിയിട്ടൊന്നുമില്ല, അതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പ് കുറച്ച് മുന്തി നിന്നാൽ മാത്രം നമ്മുടെ ചോറിൽ ഉപ്പ് നന്നായി പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ചധികം തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് തിളച്ച് തുടങ്ങുമ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് സിമ്മിലാക്കിയ ശേഷം 20-25 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പുലാവ് ഒരു സൈഡിൽ റെഡി ആവട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പില വേണമായിരുന്നു. ഞാൻ വീണ്ടും ആ പഴയ വീട്ടിൽ പോയി കറിവേപ്പിലയൊക്കെ ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ഫ്രഷ് ഇല കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു. അപ്പോൾ ആളിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ദേ പോകുന്നു. ഇതിപ്പോൾ ഇവിടുത്തെ സ്ഥിരം ആളാണ് കേട്ടോ. ഇവന് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. ഏകദേശം 2 മാസമോ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇവന് ഫുഡൊക്കെ കൊടുക്കും. അതുപോലെ പാല് കൊണ്ടുവരുന്നവരൊക്കെ പാലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അവനൊരു പ്രത്യേകം പാത്രമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കളിക്കുക. അടുത്ത് എൻ്റെ മോള് നിന്ന് കളിക്കുക കേട്ടോ. അവൾക്ക് ഭയങ്കര പേടിയാണ്, എന്നാലും അവൻ്റെ കൂടെ ഒന്ന് കളിക്കുക. പിന്നെ അവിടെ അടുത്തായിട്ട് തന്നെ ഇവിടെ വലിയൊരു നെല്ലിക്ക മരം ഉണ്ട് കേട്ടോ. നമ്മുടെ കാട്ടുനെല്ലിക്കയല്ലേ, അതാണേ. പക്ഷേ ഇതിൽ കായൊന്നും ഇതുവരെയും പിടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വന്നിട്ട് തന്നെ 5 വർഷത്തോളമായി. ഇതുവരെയും ഇതിൽ കാ പിടിച്ചിട്ടില്ല. അതുപോലെ വലിയൊരു വേപ്പ് മരമുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ വേപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വലിയ മരങ്ങളാണ് എല്ലാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുക്കിംഗ് കണ്ടാലോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന കറിവേപ്പിലയില്ല, അത് ഇതുപോലെ എണ്ണയിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് വിട്ടു പോരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുകയാണ്. ഇനി ഇതെന്താ, തിരിച്ച് മറിച്ച് വിട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഏകദേശം ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതുപോലെ എണ്ണ കോരി ഒഴിക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒന്ന് വെന്ത ചിക്കനാണ്. അപ്പോൾ ഇളക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചു വിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കൊണ്ടുവന്ന കറിവേപ്പിലയില്ല, അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റിക്കളയണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ചിക്കനും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പുലാവ് എന്തായെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുലാവൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുലാവിനൊക്കെ മല്ലിയില ഇടുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് എടുത്തിട്ട് പുലാവ് വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ മണമെന്ന് പറയുന്നുണ്ടല്ലോ, അത്രയ്ക്ക് നല്ല മണമാണ് കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. നമ്മൾ ഒരു പ്രാവശ്യം വെച്ചാൽ പിന്നെ ഇത് തന്നെ സ്ഥിരം വെക്കേണ്ടി വരും. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞാൻ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലുകറി ഒന്ന് വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലുകറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ കടുകും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സാധാ ചിക്കൻ കറി ഇല്ല, അത് കണക്ക് തന്നെയാണ് വയ്ക്കുന്നത് കേട്ടോ.
അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ അരപ്പ് പുരട്ടി വെച്ച ചിക്കൻ്റെ എല്ലില്ലോ അത് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ 5 മിനിറ്റെങ്കിലും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ സവാളയും മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ എല്ലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോലെ ഇതൊന്നും വെള്ളമൊന്നും ഇറങ്ങാറില്ല കേട്ടോ. കാരണം അതിൽ മാംസമല്ലല്ലോ, എല്ല് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ അത് വേവിക്കാൻ വയ്ക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർക്കാം. തക്കാളിക്ക് പകരം തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. തക്കാളി പേസ്റ്റായിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറുക്കിയിട്ടല്ല കേട്ടോ എടുക്കുന്നത്, കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. അപ്പോൾ 10 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് സിമ്മിലിട്ടതിന് ശേഷം 25 മിനിറ്റെങ്കിലും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ എല്ല് കറിയൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിലാക്കിയത് കേട്ടോ. നല്ല ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുക്കി വേണമെങ്കിലും വയ്ക്കാം. ഞാൻ കുറച്ച് ലൂസാക്കി എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ എല്ല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴും കൂടി ഇതുപോലെ എല്ലൊക്കെ വാങ്ങി ഒന്ന് കറി വെച്ച് നോക്കുക. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ ഞാൻ ഇലയിലൊന്ന് വിളമ്പി വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വിളമ്പിയെന്നേ ഉള്ളൂ. ഞാൻ ഇതുപോലെ വിളമ്പിയിട്ട് നമ്മൾ 3 പേരും ഇതുപോലെ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് കേട്ടോ. ഒറ്റ ഇലയിൽ നിന്നാണ് കഴിച്ചത്. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. നമ്മളൊന്ന് ടെറസിൽ കയറിയിരിക്കുകയാണ്. കുറച്ച് വെയിലുണ്ടല്ലോ, അപ്പോൾ ഒന്ന് വെയിൽ കൊള്ളാമെന്ന് പറഞ്ഞ് ടെറസിലോട്ട് കയറിയതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.